സംസ്ഥാനത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ. 4 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത് 94 പേർക്ക്. 2020 മുതൽ 24 വരെയുള്ള കണക്കുകളാണിത്. കഴിഞ്ഞ വർഷം മാത്രം തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 50,000-ലധികം പേർക്ക്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള വിവരാവകാശ രേഖയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ജനം ബ്രേക്കിംഗ്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത്. 2020 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള കണക്കുകളാണ് ഇത്. ഈ കാലയളവിൽ മാത്രം തെരുവുനായയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 94 പേർക്കാണ്. 2020 5 മരണവും, 2021 11 പേരും, 2022 27, 2023 25, 2024 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2020 1,60,483 പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത്. 2021 അത് 2,21,379 വർദ്ധിച്ചു. 2022 2,88,866, 2023 3,06,427, 2024 3,16,793 പേർക്കുമാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഓരോ വർഷം കൂടുന്തോറും ആക്രമണത്തിനിരയാവുന്നവരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമാണ് കാണുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് മാത്രം കഴിഞ്ഞ വർഷം ചികിത്സ തേടിയത് 50,000-ന് മുകളിൽ ആളുകളാണ്. ഇതിൽ ഒട്ടും കുറവല്ല മറ്റ് ജില്ലകളുടെ കണക്കുകളും. സംസ്ഥാനത്ത് തെരുവുനായകളുടെ ആക്രമണത്തിനിരയാവുന്നവരുടെ എണ്ണത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളം ഞെട്ടുന്നൊരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. തെരുവുനായകളെ നിയന്ത്രിക്കുന്ന പദ്ധതികൾ പലതും തദ്ദേശഭരണ കൃത്യമായിട്ട് നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇവരുടെ ആക്രമണത്തിനിരയാവുന്നവരെ എണ്ണം വർദ്ധിക്കാനും കാരണമായി കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തെരുവുനായ നിയന്ത്രണ പദ്ധതി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാര്യം അതിവിദൂരമല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെയാണ് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം പെരുകുന്നത്. തെരുവുനായ ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നതായാണ് സർക്കാർ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.